ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കൊരു PSC ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ PSC ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാനൊരു 10 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. എക്സാം 1:30ക്കാണ്. അപ്പോൾ എക്സാം എനിക്ക് കടത്തുരുത്തിയിൽ വെച്ചാണ്. കടത്തുരുത്തി എന്ന് വെച്ചാൽ കോട്ടയം കടത്തുരുത്തി. അപ്പോൾ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനപ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഞാനപ്പോൾ നടന്ന് ഹൈവേ വന്നിട്ട് അവിടുന്ന് ബസ് കയറി. ഞാനപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. അപ്പോൾ ഇവിടുന്ന് നേരെ ചേർത്തല സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് മാറി അടുത്ത ബസ്സിൽ കയറണം. ഇപ്പോഴേ ഞാൻ പട്ടണക്കാട് എത്തിയിട്ടുണ്ട്. പട്ടണക്കാട് ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ വൺ സൈഡ് വഴിയാണ് വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ സ്ഥലത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതേ വയലാർ എത്തിയിട്ടുണ്ട്. ഇത് വയലാറിലെ പള്ളിയാണ് ഈ കാണുന്നത്. നമ്മൾ വയലാർ രാമവർമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെയൊക്കെ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രൈവറ്റ് ബസ് മെയിൻ ബസ് റൂട്ട് എന്ന് പറയുന്നത് വയലാർ വഴിയാണ്. KSRTC ബസ്സൊക്കെ നേരെ ഹൈവേ വഴി പോകും. പ്രൈവറ്റ് ബസ്സൊക്കെ ഉള്ളിലൂടെ ഒരു ചെറിയ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിൽക്കെട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപമാണിത്. എല്ലാ വർഷവും ഇവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നതാണ്. ഒക്ടോബർ 27-ന് ഞങ്ങൾ തുലാമ്പത്തെന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അത് അരൂർ ക്ഷേത്രം അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സാണ്. അപ്പോൾ എനിക്ക് തവണക്കടവായിരുന്നു ഇറങ്ങേണ്ടത്. ഞാൻ ഒന്ന് തവണക്കടവ് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ബോട്ട് കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളിനി അപ്പുറത്തേക്ക് ഇല്ലെന്ന് വൈക്കത്തേക്കാണ്. ഇവിടെ കിടക്കുന്ന ഈ ബോട്ട് കണ്ടോ, ഇത് സോളാർ ബോട്ടാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ടാണ് കിടക്കുന്നത്. ആദിത്യ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും എന്തായാലും ഞാനിതുവരെയും ഈ സോളാർ ബോട്ടിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ സോളാർ ബോട്ടിൽ കയറാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇതിപ്പോൾ വന്നിട്ട് വർഷങ്ങളായെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ സോളാർ ബോട്ടിൽ കയറുന്നത്. ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കുറേ നാളായിരുന്നു. ഞാൻ കോളേജൊക്കെ പഠിച്ചത് ഈ റൂട്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ പള്ളിപ്പുറത്ത് NSS കോളേജ് എന്നും പറഞ്ഞൊരു കോളേജുണ്ട്. അപ്പോൾ ഞാൻ അവിടെയായിരുന്നു ഡിഗ്രിയൊക്കെ പഠിച്ചത്. ആ സമയത്തൊക്കെ സ്ഥിരം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറിയപ്പോഴേക്കും ഓപ്പോസിറ്റ് അവിടുന്ന് വൈക്കത്ത് നിന്ന് വേറെ ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുണ്ടാവും. 3-4 ബോട്ടുണ്ട്. പിന്നെ ജങ്കാർ സർവീസുണ്ട്. വലിയ വാഹനങ്ങൾ കയറ്റാൻ വേണ്ടി ജങ്കാർ സർവീസുണ്ട് ഇവിടുന്ന്. അത് നമ്മൾ ബോട്ടിൽ കയറിയത് കാഴ്ചകളുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം അപ്പുറത്തേക്കൊരു 2.5 കിലോമീറ്ററിലുണ്ട്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ബോട്ടിനകത്ത് ഇരിക്കണം അപ്പുറത്ത് എത്താൻ വേണ്ടി. അപ്പോൾ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാണുന്നത് ഈ വെള്ളം തന്നെയാണ്. പക്ഷേ നല്ല രസമാണ്. നമുക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഇതിൽ നിന്ന് നോക്കുമ്പോഴേക്കും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും വരുന്ന ബോട്ടുകളും വെള്ളങ്ങളൊക്കെ കാണാം. അപ്പോഴേക്കും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ജങ്കാർ വരുന്നുണ്ട്. അപ്പുറത്ത് വൈക്കം സൈഡിൽ നിന്ന് ജങ്കാർ വണ്ടിയൊക്കെ കയറ്റി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 വീലറിനോ കാറിനോ എന്തെങ്കിലും ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് ജങ്കാറിനാണെങ്കിലും കയറി പോകുമായിരുന്നു. എനിക്കിപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകാൻ മടിയായതുകൊണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിനാണെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താമായിരുന്നു. ഈ ജങ്കാർ കയറി അപ്പുറത്തേക്ക് ഇറങ്ങിയ ടോട്ടൽ ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താം. പിന്നെ ഞാനോർത്ത് നമുക്ക് ബസ്സിന് പോകുമ്പോഴേക്കും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകാമല്ലോ, അതാകുമ്പോൾ കുഴപ്പമില്ല എന്നോർത്ത് ഞാൻ പിന്നെ ബസ്സിന് പോകുന്നു. ഇപ്പോൾ അതിൻ്റെ പുറകെ അടുത്ത ബോട്ടും വരുന്നുണ്ട്. ഇതെല്ലാം കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടാണ് ഈ പോകുന്നത്. നമ്മളിപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് കണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ഒരു ബോട്ടിൻ്റെയൊക്കെ ഷേപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കെട്ടുവെള്ളം പോലത്തെയൊക്കെ ഷേപ്പാണെന്ന് എനിക്ക് തോന്നിയിരിക്കണം. എങ്ങനെയാണെന്ന് കറക്റ്റുള്ളത് അറിയത്തില്ല കേട്ടോ. ആ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ KTDCയുടെ തന്നെ ഒരു ഹോട്ടൽ പ്ലസ് ബിയർ പാർലറാണ്. ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ കയറിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്താണെന്ന് തോന്നുന്നു. എന്തോ ഇവിടെ വൈക്കത്ത് അഷ്ടമിക്ക് എന്തോ വന്നപ്പോഴേക്കാണെന്ന് തോന്നുന്നു ഇതുവഴി അവസാനം വന്നതെന്ന് തോന്നുന്നു. പിന്നെ വൈക്കത്തതിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പുറം വഴി തണ്ണീർമുക്കം ബണ്ട് വഴി അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ബൈക്കിനോ കാറിനോ അങ്ങനെയൊക്കെ വന്നിട്ടിരുന്നു. ഇപ്പോൾ ഈ ജങ്കാറോ അല്ലെങ്കിൽ ബോട്ട് കയറി വന്നത് എനിക്ക് തോന്നുന്നു കോളേജ് പഠിച്ചിരുന്ന സമയത്തായിരുന്നു. ഇതിൽ കിടക്കുന്നത് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ തന്നെ ഒരു എമർജൻസി ബോട്ടാണ് കിടക്കുന്നത്. എമർജൻസി സർവീസിന് പോകുന്ന ബോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈക്കം സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറണം. ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇത് നമ്മൾ വന്ന ആദിത്യം എന്നുള്ള ബോട്ടാണ് ഈ കിടക്കുന്നത്.
എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ബോട്ടിലൊന്ന് കയറണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ കാരണം ഇങ്ങോട്ട് വന്നാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് അധികം വരുന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതിൽ കയറാനും പറ്റി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വൈക്കം സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ട് ഞാനിപ്പോൾ അടുത്ത ബസ് കയറി. അതായത് നമ്മളിപ്പോൾ തലയോലപ്പറമ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അങ്ങോട്ട്. നമ്മളിപ്പോൾ ഒരു 10-20 മിനിറ്റുള്ളിൽ ഇപ്പോൾ നമ്മളുടെ സെൻറ്ററിലേക്ക് എത്തും. അതായത് നമ്മളിപ്പോൾ കടത്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ അതുവഴിയാണ് പോകുന്നത്. ഈ താഴത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കടത്തുരുത്തി റെയിൽവേ സ്റ്റേഷനാണിത്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴേക്കും, കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തും. ഞാൻ എക്സാം നടക്കുന്ന സ്കൂളിൻ്റെ വാതിക്ക് എത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ വാതിക്ക് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യം. ഇവിടെ ബസ് സ്റ്റോപ്പുള്ള ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്, കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയിട്ട്. അവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് ബാക്കിലേക്ക് നടക്കണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് ബസ് സ്റ്റോപ്പാണ്. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ മതി ബസ് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ അകത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 12:30 എത്തി. നമുക്ക് എക്സാം 1:30 ഇനി സമയമുണ്ട് നമുക്ക് കുറച്ച്. അപ്പോൾ കുറച്ച് നേരം പിന്നെ ഇവിടെ വെറുതെ പോസ്റ്റായിട്ടിരിക്കണം. അപ്പോൾ പതിയെ എന്തായാലും പുറത്ത് പോയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ പിന്നൊന്നും കഴിച്ചിട്ടുമില്ല. ഞാൻ വെള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സ്കൂൾ കണ്ടുപിടിച്ചല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എന്തായാലും പതിയെ പുറത്ത് പോയിട്ട് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ സ്കൂളിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കടത്തുരുത്തി. ആ സ്കൂളിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് തിരിച്ച് ഞാൻ വീണ്ടും വൈക്കത്ത് ഫെറിയിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ബോട്ട് കയറി അപ്പുറത്തേക്ക് പോയത്. ഞാനിപ്പോൾ ബോട്ടിലാണ്. അപ്പോൾ അവിടുന്ന് പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അതായത് നമ്മളൊന്ന് ബോട്ട് കയറിയപ്പോഴേക്കും തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോയ സോളാർ ബോട്ട് വരുന്നുണ്ട്. എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കധികം ആൻസർ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. അറിയാവുന്ന മാത്രമേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.